ഹലോ, വയനാട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അപ്പം ഞാനും ഷഹനാസും വൈകുന്നേരം 5 മണിക്ക് തന്നെ യൂബറൊക്കെ ബുക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഉച്ചയാകുമ്പോൾ തന്നെ ഫ്രീ ആയി. പക്ഷേ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുത്ത കാരണം കുറച്ച് ലേറ്റ് ആയോ എന്ന് ചോദിച്ചാൽ കുറച്ച് ലേറ്റായി. 7 മണിക്കായിരുന്നു ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. അപ്പോൾ 7 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുന്ന ടെൻഷനായിരുന്നു. കാരണം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം ബ്ലോക്കൊക്കെ കിടന്ന് കൃത്യസമയത്ത് തന്നെ ഓട്ടോ ചേട്ടൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടാക്കി. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 7 മണിയുടെ ജനശതാബ്ദി എക്സ്പ്രസ്സിന് നമ്മൾ കയറാൻ പോവാണ്. അപ്പം എനിക്കും ഷഹനാസിനും ബുക്ക് ചെയ്തപ്പോൾ 2 സ്ഥലത്തായിട്ടായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഫാമിലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്ന് രണ്ടുപേരും അടുത്തിരിക്കാൻ പറ്റി. ഈ കാണുന്നത് കോഴിക്കോട് റെയിൽവേ ഫറോക്ക് പാലം കേട്ടോ. ഫറോക്ക് പാലം നല്ല അടിപൊളി പാലമാണ് നൈറ്റ് ഇതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. 11 മണിയോട് കൂടിയിട്ട് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിനുള്ള ഓപ്പോസിറ്റുള്ള കടയിൽ നിന്ന് നല്ല പൊറോട്ടയും നെയ്ച്ചോറും കഴിച്ചു. 4 മണിക്ക് വയനാട് ബത്തേരി എത്തി. കൃത്യം 4 മണിക്ക് ബത്തേരി എത്തി. അവിടെ നിന്ന് ഒരു കട്ടൻ ചായ കുടിച്ചു. വീട്ടിൽ പോയിട്ടൊരു കട്ടൻ കുടിച്ചു. വീട്ടിൽ നല്ല മഴയുള്ള സമയത്താണ് എത്തിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി സുഖമായിട്ട് പൊതിച്ചു മൂടി കിടക്കണം.